ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ 12 റൺസിനാണ് ലക്നൗ സൂപ്പർ ജയൻസ് മുട്ടുകുത്തിച്ചത്. ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ ലക്നൗ ത്രില്ലിംഗ് ജയം പിടിച്ചെടുക്കുകയായിരുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത 20 ഓവറുകളിൽ 203 റൺസ് നേടിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മറുപടി 191 റൺസിൽ അവസാനിച്ചു. കൂറ്റൻ സ്കോർ പിന്തുടർന്ന മുംബൈ 19ാം ഓവറിൽ മോശം ഫോമിൽ ബാറ്റ് ചെയ്ത തിലക് വർമ്മയെ റിട്ടയർഡ് ഔട്ടാക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. IPL റിട്ടയർഡ് ഔട്ടാകുന്ന 4ാമത്തെ താരമാണ് തിലക് വർമ്മ. മുംബൈയുടെ ഈ നീക്കത്തിനും അവരുടെ തലവര മാറ്റാനായില്ല. തിലക് വർമ്മ റിട്ടയർഡ് ഔട്ടായത് തന്നെയാണ് മുംബൈ ലക്നൗ മത്സരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം. 204 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കളിയിൽ 5ാം നമ്പറിൽ മുംബൈക്ക് വേണ്ടി ക്രീസിലെത്തിയ തിലക് വർമ്മ ദയനീയ ഫോമിലാണ് ബാറ്റ് വീശിയത്. ഒട്ടും ടച്ച് ലഭിക്കാതിരുന്ന അദ്ദേഹം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടി. തിലക് വർമ്മയുടെ ഈ ദയനീയ ഫോം മറുവശത്ത് സൂര്യകുമാർ യാദവിനെ സമ്മർദ്ദത്തിലാക്കുകയും മുംബൈയുടെ റിക്വയർഡ് റൺ റേറ്റ് ഉയർത്തുകയും ചെയ്തു. മത്സരത്തിന്റെ 19ാം ഓവറിനിടെ തിലക് വർമ്മ റിട്ടയർഡ് ഔട്ടാകാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സമയം 23 പന്തിൽ 25 റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം. സ്വയം ഔട്ടായ തിലക് വർമ്മക്ക് പകരം ക്രീസിലേക്ക് വന്നത് മിച്ചൽ സാൻഡറാണ്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ അവസാന ഓവറിൽ ജയിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ലക്ഷ്യത്തിൽ എത്താനായില്ല. ഹാർദിക് 16 പന്തിൽ 28 റൺസ് നേടി പുറത്താകാതെ നിന്നു. 24 പന്തിൽ 46 റൺസ് നേടിയ നമൻ ദിറും 43 പന്തിൽ 67 റൺസ് നേടിയ സൂര്യകുമാർ യാദവും ചേർന്ന് ഡ്രൈവിംഗ് സീറ്റിലെത്തിച്ച കളിയാണ് തിലകിന്റെ മോശം ഇന്നിംഗ്സ് മൂലം മുംബൈക്ക് കൈവിടേണ്ടി വന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് ഓപ്പണർമാരായ മിച്ചൽ മാർഷിന്റെയും ഐഡൻ മർക്രത്തിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ മികവിലാണ് കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ചത്. മാർഷ് 31 പന്തിൽ 60 റൺസും മാർക്രം 38 പന്തിൽ 53 റൺസും നേടി. 19 പന്തിൽ 30 റൺസ് എടുത്ത ആയുഷ് ബദോനിയും 14 പന്തിൽ 27 റൺസ് നേടിയ ഡേവിഡ് മില്ലറും ലക്നൗ സ്കോർ 200 കടക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു. അപകടകാരിയായ മിച്ചൽ മാർഷിനെ വീഴ്ത്തി മലയാളി താരം വിഘ്നേഷ് പുത്തൂരാണ് മുംബൈക്ക് ബ്രേക്ക് ത്രൂ നൽകിയത്. സ്വന്തം പന്തിൽ മനോഹരമായ ക്യാച്ചിലൂടെയാണ് വിഘ്നേഷ് മാർഷിന്റെ വിക്കറ്റ് എടുത്തത്. ഹാർദിക് പാണ്ഡ്യയുടെ 5 വിക്കറ്റ് നേട്ടവും മുംബൈ ബോളിംഗ് നിരയിൽ എടുത്തു പറയേണ്ടതാണ്. 4 ഓവറിൽ 36 റൺസ് വഴങ്ങിയാണ് ഹാർദിക് 5 വിക്കറ്റുകൾ നേടിയത്. 4 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തിയ ലക്നൗ താരം ദിഗ്വേഷ് സിംഗ് രതിയാണ് മത്സരത്തിലെ താരം. ലക്നൗ നിരയിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മോശം ഫോം തുടരുന്നതും മത്സരത്തിന് ശേഷം വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. 6 പന്ത് നേരിട്ട് 2 റൺസ് മാത്രമെടുത്ത ഋഷഭ് പന്ത് ഹാർദിക്കിന്റെ പന്തിൽ സബ് ഫീൽഡറായിരുന്ന കോർബിൻ ബോഷിന് ക്യാച്ച് സമ്മാനിക്കുകയായിരുന്നു. ഋഷഭ് പന്തിന്റെ മോശം പ്രകടനത്തിൽ ലക്നൗ ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയുടെ പ്രതികരണം എങ്ങനെ എന്നായിരുന്നു ആരാധകർ അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം. 27 കോടി രൂപയ്ക്ക് ടീമിലെടുത്ത താരം ഇതുവരെ 4 മത്സരങ്ങളിൽ നിന്ന് 19 റൺസ് മാത്രമാണ് നേടിയത്. ടീമിലെ താരങ്ങൾ മോശം പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ഗോയങ്കയുടെ മൂഡ് അത്ര നന്നാവാറില്ല. എന്നാൽ ഋഷഭിനെ പിന്തുണക്കുന്ന തരത്തിലാണ് ഇത്തവണ അദ്ദേഹത്തിന്റെ പ്രതികരണം. ഋഷഭ് പന്തിനെ പോലൊരു ക്യാപ്റ്റനെ ആവശ്യമായിരുന്നുവെന്നും അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടെന്നുമാണ് ഗോയങ്ക വ്യക്തമാക്കിയത്. 27 കോടിയല്ല, ഇനി അത് 28 കോടിയാണെങ്കിലും ഋഷഭിനെ ടീമിലെത്തിക്കുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 7 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ് മുംബൈയുടെ അടുത്ത മത്സരം. ലക്നൗ ഏപ്രിൽ 8 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും.